ഹായ് ഹലോ, ഇന്നൊരു ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു ബീട്രൂട്ടും 2 പച്ചമുളകും കൂടി എടുത്തു. ആ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതിടാം. അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്തു. എരിവുള്ള പച്ചമുളകാണ് ചേർത്തത്. കുറച്ച് കറിവേപ്പില ഇട്ടു. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചത് വേവിക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നാളികേരം അരയ്ക്കാതെയും പച്ചടി ഉണ്ടാക്കും. ഇതിന്ന് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും നാളികേരം തിരികിയതും 1/2 ടീസ്പൂൺ ജീരകം, ഒരു കൊച്ചുള്ളി ഇതൊന്ന് അരച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് അരയ്ക്കണം. അരച്ച് വെച്ചു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വേവിക്കണം. അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം തണുത്തിട്ടുണ്ട്. അതിലേക്ക് തൈര് ഉടച്ചത് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് പുളി വേണമായിരുന്നു, അത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടണം. ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. ഇനി മുളകും കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബീട്രൂട്ട് പച്ചടി റെഡിയായി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.